കർമ്മനിരതൻ. പാലാ രൂപതയിലെ തോടനാൽ ഇടവക വാതല്ലൂർ ജോസഫ് റോസമ്മ ദമ്പതികളുടെ 8 സന്താനങ്ങളിൽ ആദ്യ സന്താനമായി 1937 സെപ്റ്റംബർ 27 ഫാദർ മാത്യു വാതല്ലൂർ ജനിച്ചു. അതേ വർഷം തന്നെ ഒക്ടോബർ 5 ബഹുമാനപ്പെട്ട ജേക്കബ് മാറാമറ്റത്തിൽ അച്ഛനിൽ നിന്നും മാമോദീസ സ്വീകരിച്ചു. മൂന്ന് പെങ്ങന്മാർക്കും 4 അനിയന്മാർക്കും വെളിച്ചമായി മാർഗദർശിയായി അദ്ദേഹം വളർന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ അനിതര സാധാരണമായി ഭക്തിയും വിശുദ്ധിയും അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും സ്നേഹത്തോടെ കുഞ്ഞുകുട്ടിയെന്ന് വിളിച്ചു. പ്രാരംഭ വിദ്യാഭ്യാസത്തിന് ശേഷം കർമ്മലീത്ത ആധ്യാത്മികതയിൽ ആകൃഷ്ടനായി CMI സഭയിൽ സെമിനാരിക്കാരനായി ചേർന്ന് തിരുക്കുടുംബത്തിൻ്റെ ബിയാത്തോസ് എന്ന പേര് സ്വീകരിച്ചു. അപ്പോൾ ഞാൻ 5th ഫോമിൽ പഠിക്കുന്ന കാലത്ത് ഒരു സലീഷ്യൻ ഫാദർ ഇവിടെ വന്നു. അദ്ദേഹം അവരുടെ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അപ്പനോട് പറഞ്ഞു, എനിക്ക് മിഷന് പോകണമെന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ അന്നത്തെ സിറ്റുവേഷനിൽ അപ്പൻ എന്നോട് അരിശപ്പെട്ടു. അപ്പം ഞാൻ തീരുമാനിച്ചു, വൊക്കേഷൻ്റെ കാര്യമൊന്നും ചിന്തിച്ചിട്ടൊരു ഉപകാരവും ഇല്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഉപേക്ഷിച്ചു. ആ ചിന്തയങ്ങ് ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് 6th പാസ്സായി. 6th പാസ്സായി കഴിഞ്ഞപ്പോൾ മിഷൻ ഉപേക്ഷിച്ചു. കാരണം അതിനുള്ള ചാൻസ് ഇല്ലെന്ന് നേരത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അന്നത്തെ ഹെഡ് മാസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഒരു പപ്പിയാസനായിരുന്നു. പപ്പിയാസൻ്റെ അടുക്കൽ ഞാൻ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് ചെന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ പരിപാടി? ഞാൻ പറഞ്ഞു, എനിക്ക് മിഷന് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, എന്തിനാണ് മിഷന് പോകുന്നത്? ഇവിടെ കൊവന്തേ ചേരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീണ്ടും എൻ്റെ ദൈവവിളിയെക്കുറിച്ച് എനിക്കൊരു ചിന്ത വന്നു. അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് അപ്പനോട് പറഞ്ഞു, ഇങ്ങനെ കൊവന്തേ ചേരാമെന്ന് അച്ഛൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാ അയക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് വൊക്കേഷനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന് അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വീട്ടിൽ നിന്നൊരു അച്ഛനാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹം എന്നെ കോളേജിൽ വിടാനായിട്ടൊക്കെ മനസ്സിൽ അന്നത്തെ രീതിയിൽ ഒരുപാട് സമ്പത്തൊന്നും ഇല്ലായിരുന്നു. എങ്കിലും കോളേജിൽ വിടാനായിട്ട് പുള്ളിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഹെഡ് മാസ്റ്ററിൻ്റെ ആഹ്വാനം അനുസരിച്ച് ഞാൻ വരാൻ തയ്യാറായി. അങ്ങനെയാണ് ഞാൻ CMI സഭയിൽ ചേരുന്നത്. തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനത്തിനും ഏറെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനും ശേഷം 1964 മെയ് 16 ബാംഗ്ലൂരിൽ വെച്ച് പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. തുടർന്ന് ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ പാവപ്പെട്ടവർക്കും പതിതർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച കർമ്മധീരനായ ഒരു പുരോഹിതന്റെ ജീവിത പ്രയാണമാണ് നാം കാണുക. കരയുന്ന മിഴികളിൽ കണ്ണീരൊപ്പാനും കഷ്ടപ്പെടുന്നവർക്ക് കൈത്താങ്ങാകുവാനും അദ്ദേഹം പരിശ്രമിച്ചു. CMI സഭയുടെ കോട്ടയം പ്രവിശ്യയിലാണ് പുരോഹിതനായതെങ്കിലും അദ്ദേഹത്തിൻ്റെ മിഷൻ തീക്ഷ്ണത ഭാരതത്തിലെ ക്രിസ്തുവിനെ അറിയാത്ത, സഭയുടെ വെളിച്ചം കടന്നു ചെല്ലാത്ത മറ്റൊരിടത്തേക്ക് അദ്ദേഹത്തെ നയിച്ചു. CMI സഭയുടെ ആന്ധ്രാപ്രദേശിലുള്ള ചാന്ത പ്രവിശ്യയിൽ അംഗമായി ചേർന്ന് അനേകം മക്കൾക്ക് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നവചൈതന്യം പകരാൻ അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു. സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന ഫാദർ മാത്യു വാതല്ലൂർ എല്ലാവർക്കും അനുകരണീയമായ ജീവിതം നമുക്ക് മുൻപിൽ തുറന്നു വച്ചിരിക്കുന്നു.
ഞാനൊരു മിഷൻ സ്റ്റേഷനിലായിരുന്നു, ഒരു 5 കൊല്ലം മിഷൻ അവിടെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ എന്നെ ഒന്ന് കുടുക്കിലാക്കാനായിട്ട് പല പ്രാവശ്യം അവർ പരിശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പലപ്പോഴും ഇതെനിക്കെങ്ങനെ സാധിച്ചു എന്ന് ഇത് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം ഒരു ഡിവൈൻ പ്രോവിഡൻസ് അല്ലെങ്കിൽ ഗ്രേസ് എന്നുള്ള സംഗതി ഞാൻ ഇന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇവിടെ ഒന്നും പോയി അധികം ചോദിക്കാറൊന്നുമില്ല. ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്, ദെൻ ഐ വിൽ ഫൈൻഡ് സൊല്യൂഷൻ. എപ്പോഴും ഇങ്ങനെ നല്ലൊരു കൺക്ലൂഷനിൽ ഞാൻ എത്തുന്നുണ്ട്. ഇതെങ്ങനെ എനിക്ക് സംഭവിച്ചെന്ന് എങ്ങനെ ആര് തന്നു, എവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരം. പക്ഷേ ദിസ് ഈസ് എ റിയാലിറ്റിയാണ്. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇനിയും അനേകർക്ക് ക്രിസ്തു പ്രകാശം പകരാൻ അനേകം വർഷങ്ങൾ ദൈവം കനിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർമ്മയോഗിയുടെ സഹോദരങ്ങളായ സിസ്റ്റർ ജോസ്ലിറ്റ SDS, സിസ്റ്റർ മരീറ്റ SHS, സിസ്റ്റർ സലോമി, മിസ്റ്റർ തോമസ്, മിസ്റ്റർ മാത്യു, ഡോക്ടർ ജോൺ എന്നിവരോടൊപ്പം നമുക്കും ആശംസകൾ അർപ്പിക്കാം. അച്ഛനെ പറ്റി പറയുമ്പോഴത്തേക്ക് എൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഓർമ്മയാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ സെമിനാരിയിൽ പോയി. അപ്പോൾ ഓർമ്മയുള്ളത് അച്ഛൻ പുറത്ത് ഇങ്ങനെ പഴയ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഒന്ന് നിൽക്കുന്നതും, അത് കഴിഞ്ഞ് വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം ഇടവകയിൽ കിടക്കാനായിട്ട് ചായൻ കൊണ്ടുപോയി ആക്കുന്നതുമാണ് മെയിനായിട്ട് ചെറുപ്പത്തിലുള്ള ഓർമ്മ. അത് കഴിഞ്ഞ് വലുതാകുമ്പോഴത്തേക്ക് പിന്നീട് അച്ഛനെ ഇങ്ങനെ വല്ല കാലത്തുമൊക്കെ വീടുകളിൽ വരുന്നു. മിക്കവാറും ഗതിയിൽ അദ്ദേഹത്തിന് ഇന്നത്തെ കാലത്തെ പോലെ ഫോണും കാര്യങ്ങളും കോണ്ടാക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പം കോണ്ടാക്റ്റ് വളരെ കുറവായിരുന്നു. അപ്പോൾ എപ്പോഴും ജോലിത്തിരക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ വീട്ടിൽ വന്നാൽ തന്നെ 1-2 ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, അച്ഛനിങ്ങനെ എല്ലാ ആൾക്കാരെയും സഹായിക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ്. അതൊരു അൺകണ്ടീഷണലായിട്ടാണ് സഹായങ്ങൾ ചെയ്യുന്നത്. അതിൽ യാതൊരു ആളിൻ്റെ മുഖം നോക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഒരു കണ്ടീഷനും ഇല്ലാതെ ആൾക്കാരെ സഹായിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പം നമ്മൾ മുതിർന്ന് കഴിഞ്ഞപ്പോഴും അങ്ങേരിൽ പ്രത്യേകം കണ്ടുവന്നിരുന്ന ഒരു കാര്യം. ഫാമിലിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മയാണ്, മദറാണ്. ഇന്ന് നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയുമായിട്ട് ഒരിക്കലും ഒരു അമ്മ പ്രത്യേകിച്ച് അമ്മയുടെ ഭാഗത്തുനിന്ന് തൃപ്തിയില്ലാത്തൊരു സംസാരം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. പിന്നെ അപ്പനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ അധികം കാര്യങ്ങളൊന്നും പുള്ളിക്കാരൻ അന്വേഷിക്കില്ലായിരുന്നു. പുള്ളി ഇങ്ങനെ കുറച്ച് ചുറ്റി നടക്കുന്ന ഒരു സ്വഭാവം. അധികം അങ്ങനെ അകലെയൊന്നും പോകില്ല. അയൽവക്കത്തുള്ള ചില കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഇടയ്ക്കിലൊക്കെ പോകും, വർത്താനം പറഞ്ഞിരിക്കും. വീട് ഭരിച്ചിരുന്നത് അമ്മയാണ്. എന്ത് പ്രശ്നം വന്നാലും അമ്മയ്ക്കൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഷീ വിൽ മാനേജ് ഇറ്റ്. അതെന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു തിങ്കിങ്ങാണ്. സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥനാദളങ്ങൾ ഉയർത്തുന്ന അപ്പച്ചനോടും അമ്മച്ചിയോടും സഹോദരൻ ഫാദർ ജോസഫ് വാദലൂർ CMIയോടുമൊപ്പം നമുക്കും പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്താം.